ഹേ ഓൾ വെൽക്കം ബാക്ക്. സോ ഇത് ഇപ്പൊ എന്റെ റൂമിന്റെ അവസ്ഥ. കംപ്ലീറ്റ് പെയിന്റ് അടിച്ച് പിന്നെ 2 ഷെൽഫ് വെച്ച് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് വേണം എന്നെ ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ. പിന്നെ നിങ്ങളും ഉണ്ടല്ലോ ഒപ്പരം. എന്താ പിന്നെ നമുക്ക് ഓരോ കഥയും പറഞ്ഞെങ്കിൽ ചെയ്യാം. ഞാൻ എന്തായാലും ഇതിലൊന്ന് തുടച്ചു വൃത്തിയാക്കട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങൾ വെറുതെ ഇരിക്കണ്ട. ഈ റൂമിന്റെ ഫസ്റ്റത്തെ അവസ്ഥയിലൊന്ന് കണ്ടിട്ടോ. പെയിന്റ് അടിക്കലും സ്വിച്ച് ബോർഡ് മാറ്റലും അങ്ങനെ ഒരുപാട് പണിയുണ്ട്. വീണ്ടും പോയിട്ട് കണ്ടിട്ടോ. ഹലോ, കണ്ടിട്ട് എന്നെ തലവേദന എടുക്കുന്നല്ലേ. ഇത് കംപ്ലീറ്റ് ഇനി വൃത്തിയാക്കി പെയിന്റ് അടിച്ച് കൊണ്ടുവരണം. മുന്നേ പെയിന്റ് അടിച്ചപ്പോ ഈ സർക്കിൾ ഡിസൈൻ ഉള്ളതുകൊണ്ട് 1-2 കോട്ട് അടിച്ചിട്ടൊന്നും മതിയാവുന്നില്ലേനു. കാരണം വൈറ്റ് കളർ ചുമരല്ലേ, ഒരു ചുമരിൽ ഗ്രീനും മറ്റേടത്ത് ഫുള്ള് വൈറ്റ് കൊടുക്കാനാണ് പ്ലാൻ. അതുകൊണ്ട് തന്നെ നല്ല പണിയിട്ടത് ഈ പെയിന്റ് അടിച്ച് തീർക്കല. ഏകദേശം 3-4 കോട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കോട്ട് അടിച്ചപ്പോൾ ഉള്ള അവസ്ഥ, ഇത് സെക്കൻഡ് കോട്ട് അടിച്ചപ്പോൾ ഉള്ള അവസ്ഥ, ഇത് പിന്നെ കംപ്ലീറ്റ് പെയിന്റ് അടിച്ച് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ. ഈ ഷെൽഫ് കണ്ടോ, ചെറിയ ബഡ്ജറ്റിൽ നല്ല രീതിയിൽ റൂം മേക്ക് ഓവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം എന്തായാലും വാങ്ങിച്ചോ. ഇതിൽ 3 പീസാണ് വരുന്നത്. ഇത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ഞാൻ കുറെ ആലോചിച്ച് ലാസ്റ്റ് പിന്നെ ഒരു ചുമരിൽ 2 ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ ആണിയും മറ്റേ സാധനങ്ങളിൽ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. എന്റെ വൈറ്റ് ചുമര് എനിക്ക് തോന്നുന്നു വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഫ്ലിപ്കാർട്ടിലുണ്ട്. അങ്ങനെ വാങ്ങിച്ചോ. അല്ല എടുക്കട്ടെ, അങ്ങനെ ഒരു ചുമര് കംപ്ലീറ്റ് ആയി. മറ്റേ ചുമരിൽ ഞാൻ കേർട്ടൻ ഇടാന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള ചുമരിൽ മിററും ഷെൽഫ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് വലിയ മിറർ വെക്കാൻ ഇതിനും ആഗ്രഹം. പക്ഷെ ഇതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ വിചാരിച്ചതിന്റെ അപ്പുറത്തെ ബഡ്ജറ്റ് ആയി. അതുകൊണ്ട് തൽക്കാലം ചെറിയ മിറർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഈ ലൈറ്റ് എനിക്ക് ഭയങ്കര ആഗ്രഹം. മിററിന്റെ മുകളിൽ ഒരു ലൈറ്റ് വേണം. പക്ഷെ അവിടെയാണെങ്കിൽ കറണ്ടിന്റെ കണക്ഷനും ഇല്ല. അങ്ങനെ തപ്പിയപ്പെട്ടിട്ട് ആ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റ് അല്ലല്ല, ബാറ്ററി അല്ല, ഇത് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഗൈസ്, റൂം മേക്ക് ഓവറിന് പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും മിസ് ചെയ്യണ്ട. ഇതിന്റെ ഒക്കെ ലിങ്ക് ഷോർട്ട് വീഡിയോയിൽ നോക്കിയാൽ മതി, ഞാൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ എന്നെ നോക്കി, ഞാൻ ഇത്ര ക്വാളിറ്റി വിചാരിച്ചില്ല. മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഈ സാധനം ഓൺ ആക്കിയിട്ടാൽ കംപ്ലീറ്റ് ആംബിയൻസേ മാറും. സീരിയസ്ലി ഗൈസ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടിയത് ഈ ഒരു ലൈറ്റ് വെച്ചപ്പോഴാണ്. ഇത് വാം ലൈറ്റ് ആയിട്ടും ബ്രൈറ്റ് ലൈറ്റ് ആയിട്ടും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. പോരാതെ ഇത് റിമൂവ് ചെയ്തിട്ട് ചാർജ് ചെയ്യാനും പറ്റും. വേറെ എന്താ വേണ്ടേ? വന്നാ ഞാൻ തുടച്ചേനി. ഇനി നമുക്ക് ബാക്കി പരിപാടി വെക്കാം. അപ്പൊ നമ്മൾ അടുത്ത പരിപാടി ഈ ഷെൽഫ് എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. അങ്ങനെ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യല്ല, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്. സത്യമായിട്ടും ഇത്ര ക്വാളിറ്റിയും ഈ മൊഞ്ചും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. സംഭവം എനിക്ക് ഓർഡർ ചെയ്തപ്പോൾ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് സെറ്റായില്ലേ. ഇനി അടുത്ത് അൺബോക്സ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡെക്കറേറ്റിംഗ് പോട്ട്. ഹലോ, ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ എനിക്കൊന്നും വെക്കാൻ തോന്നില്ല. ഇത് വെറുതെ വെച്ചപ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു. സോ നമുക്ക് ഇതിനെ വെറുതെ വിടാം. ഞാൻ എന്തായാലും വാങ്ങിച്ച സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്താൽ പോരെ. ട്രസ്റ്റ് മീ ഗൈസ്, കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ച ഡെക്കോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ലാമ്പാ. അവിടെ ഇനി ചെറിയ പൈസയേ ഉള്ളൂ, പക്ഷേ ഇത് തീരുന്ന ഒരു ആംബിയൻസ് ഉണ്ടല്ലോ. ഈ ലൈറ്റ് ഇതിന്റെ കൂടെ തന്നെ വരുന്നയാ. ഷെൽഫിലൊക്കെ കത്തിച്ച് വെച്ചാൽ സംഭവം അടിപൊളിയാ. ഞാൻ പറഞ്ഞില്ല ഒരു ഷെൽഫും കൂടി വരാനുണ്ടായിരുന്നു. ആ ഡ്രസ്സിംഗ് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. സംഭവം നല്ല ക്വാളിറ്റിയാ, നല്ല സാധന. കണ്ണുമുട്ടി വാങ്ങിച്ചോ. നെക്സ്റ്റ് മിനി ഡെക്കോർ പ്ലാന്റ്സ്. സീരിയസ്ലി ഗൈസ്, ഇത് കണ്ടാല് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു ഒറിജിനൽ ആയിട്ടേ തോന്നുള്ളൂ. ഇത് 3 വരുന്നത്. ഇതിന് നല്ല ക്വാളിറ്റിയാ. നല്ലൊരു മിനിമൽ ക്ലാസി ലുക്ക് ഉണ്ട് ഇത് വെച്ചപ്പോൾ. അപ്പോൾ ഈ പ്ലാന്റ്സ് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി ഈ കാൻഡിൽസ്. ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന കാൻഡിൽസ് ആണ്. നൈറ്റ് റൂമിൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്താൽ ഒരു കോസി വൈബ് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ലൈറ്റിംഗ് വേണ്ടേ. പക്ഷേ ഈ ഷെൽഫിൽ കറണ്ടിന്റെ കണക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലാമ്പ് നോക്കി ലാസ്റ്റ് ഈ കാൻഡിൽസ് വാങ്ങിച്ചു. നല്ല വേർത്താണ്, നല്ല ക്വാളിറ്റിയാണ്, മസ്റ്റ് ബൈ. പിന്നെ ഈ ഒരു ഗോൾഡൻ കളർ വേസ്, ഒന്നും പറയാനില്ല. ഈ ഒരു സാധനം വെച്ചാൽ തന്നെ ഒരു നല്ല മിനിമൽ എസ്തെറ്റിക്കാ. ഇതെല്ലാം ഞാൻ എന്റെ റൂമിന് പ്രത്യേകം പിക്ക് ചെയ്ത് വാങ്ങിച്ചത്. കാരണം റാൻഡം സാധനങ്ങൾ വെച്ചാൽ എന്റെ ഈ റൂമിന്റെ എസ്തെറ്റിക്കിന് ചേരണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളും വാങ്ങിക്കുമ്പോൾ കണ്ണി കണ്ടതൊക്കെ വാങ്ങിക്കാണ്ട് നോക്കി വാങ്ങിക്കാം. എന്തായാലും ഇതിന്റെ കൂടെ ഒരു വൈറ്റ് കളർ റോസ് ഒക്കെ വെച്ചാൽ സംഭവം അടിപൊളിയായിരിക്കും. കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഫ്രെയിമിൽ വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ പ്രിന്റ് ചെയ്തതാണ്. നിങ്ങൾക്കും ഇതുപോലെ ഫ്രെയിം വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലീസ് അതും ഇത് വാങ്ങിച്ചു വെക്കല്ലേ. പിൻട്രസ്റ്റ് നോക്കി നല്ല പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിന്റ് എടുത്ത് വെച്ചാൽ മതി. പിന്നെ മെയിൻ കാര്യമാണ് ഇത് എങ്ങനെ വെക്കണം, ഏത് സ്ഥലത്ത് വെക്കണം, ഏത് പൊസിഷനിൽ വെക്കണം, ഏതൊക്കെ സാധനങ്ങൾ വെക്കണം എന്നുള്ള കൺഫ്യൂഷൻ. ഞാൻ കുറെ വട്ടം എല്ലാ സാധനവും മാറ്റി വെച്ച് നോക്കി. പിന്നെ ഒരു പാട്ടൊക്കെ വെച്ചിരുന്ന് ഡെക്കറേറ്റ് ചെയ്തപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റ് ആയത്. तुझको साया भी तेरा मैं न दूं, रख लूं बना के कहीं घर मैं तुझे, साथ तेरे मैं ही रहूं, ज़ुल्फ़ तेरी इतनी घनी എല്ലാം എങ്ങനെയുണ്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത ഫൈനൽ ലുക്ക് നിങ്ങളൊന്നും പറഞ്ഞില്ല. കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇനി നമുക്ക് ഈ കർട്ടനെ പറ്റി പറയാം. ഞാനില്ലേ കുറേ കർട്ടൻ നോക്കി, ഒന്നും എന്റെ എസ്തെറ്റിക്കിന് മേശാന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരാത്തിന് 500-600 ഒക്കെയാണ് എല്ലാത്തിന്റെ റേറ്റ്. അതുകൊണ്ട് ആംബിയൻസ് ചെന്നാൽ പിന്നെ എനിക്ക് വേണ്ടുന്ന പോലെ അങ്ങ് കസ്റ്റമൈസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ കർട്ടൻ അങ്ങ് കസ്റ്റമൈസ് ചെയ്ത് എനിക്ക് ടോട്ടൽ 11 മീറ്റർ ക്ലോത്ത് ആവശ്യം വന്നിട്ടുണ്ട്. ആ എന്തായാലും വളരെ നല്ല തീരുമാനം. കാരണം ഞാൻ കണ്ട കർട്ടൻസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എസ്തെറ്റിക് എന്തായാലും കിട്ടില്ലേനും. ഈ കർട്ടന്റെ ഏരിയ വല്ലാണ്ട് പ്ലെയിൻ ആയി പോയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ ബാക്കി മേക്ക് ഓവേഴ്സ് എല്ലാം നമുക്ക് പിന്നീട്
ചെയ്യാം. ഇപ്പം എന്തായാലും എന്റെ ബഡ്ജറ്റ് കാലിയാ. ഇനി ലാസ്റ്റ് ആയിട്ട് ഈ ബെഡും കൂടി ക്ലീൻ ചെയ്താലേ നമ്മുടെ പരിപാടി കഴിയും. ഈ ബെഡ്ഷീറ്റ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് അറൌണ്ട് 400 സംതിങ് ആയിട്ടുണ്ട്. പക്ഷേ സംഭവം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മളിപ്പോ ഏത് മേക്ക് ഓവർ വീഡിയോ എടുത്താലും എല്ലാവരും ഈ ടൈപ്പ് ബെഡ്ഷീറ്റാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഗ്രീൻ കളർ എല്ലാവരും ചെയ്യുന്ന ക്ലീഷ എന്റെ റൂമിലും കൊണ്ടുവരരുത് എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ LED ലൈറ്റും വാളിൽ ഹാങ് ചെയ്യുന്ന മറ്റേ മണി പ്ലാന്റ്സും പിന്നെ കുറെ പോസ്റ്റേഴ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി എന്റെ റൂമിൽ നിന്ന് ഒഴിവാക്കി. കുറെ കണ്ടും അടുത്തല്ല തന്നെ എന്റെ റൂമിൽ മേക്ക് ഓവറിൽ കൊണ്ടുവന്നു. പിന്നെ എന്ത് രസമുള്ളത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് ബെഡ്ഷീറ്റിനെ പറ്റിയിട്ട്. ബെഡ്ഷീറ്റിൽ പിന്നെ ഒരു മാച്ചിങ് ഓപ്ഷൻ വൈറ്റ് ആയിരുന്നു. പക്ഷെ വൈറ്റ് വേഗം കച്ചറയാവില്ലേ, അതുകൊണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ബ്രൗൺ വാങ്ങിച്ചു. ചേരുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല രീതിയിൽ വന്നു. എടാ ഐ എം സോ സോറി, കുറെ സമയം നിങ്ങൾ ഫൈനൽ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ആക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യും. എന്തായാലും കംപ്ലീറ്റ് മേക്ക് ഓവർ കഴിഞ്ഞില്ല. ഇനി കുറെ സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരട്ടെ. പാർട്ടായിട്ട് അടുത്തത് ഡ്രസ്സിംഗ് ഏരിയ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. कच्ची डगर फिसल रही, कोई खड़ा चुपके से कह रहा, मैं साया बनूं तेरे पीछे